ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യും. ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ കൂടുതൽ ആൾക്കാരും ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഫോട്ടോ എഡിറ്റിംഗ് നമ്മൾ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരും. ഇൻസ്റ്റഗ്രാം ട്രെൻഡിങ് എഡിറ്റ്സ് എന്നുള്ള ഒരു സീരീസിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സീരീസിൽ നമ്മൾ കൂടുതൽ ആൾക്കാരും പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോസ്, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ എങ്ങനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ലായിരിക്കും ഈ സീരീസിൻ്റെ മെയിൻ ലക്ഷ്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനത്തെ ഫോട്ടോസൊക്കെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഫോട്ടോസൊക്കെ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനത്തെ ഒരു ഫോട്ടോ ജസ്റ്റ് സെൻഡ് ചെയ്യുക, എന്നിട്ട് എങ്ങനെയാണ് ഇത് എഡിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സീരീസിലായിട്ട് ഇങ്ങനത്തെ ഫോട്ടോസ്, ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോസ് നമ്മൾ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നും അത് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അതാണ് ഈ സീരീസിൻ്റെ ഒരു മെയിൻ ലക്ഷ്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ഫോട്ടോനെ ഇങ്ങനത്തെ രീതിയിലേക്ക് എങ്ങനെ മാറ്റാമെന്നാണ്. ഡാർക്ക് മോഡ് എഫക്റ്റ് എങ്ങനെ ആക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ പോകണമെന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ചാനൽ ഇതോട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ആ ബെല്ലൈക്കൺ ഒന്ന് വിളിക്കുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഗ്രീനായിട്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബൊക്കെ ആയിട്ടുള്ള ഫോട്ടോ വേണം, എന്നാലാണ് നല്ല രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ജസ്റ്റ് ലൈറ്റ് റൂമിലേക്ക് ഒന്ന് ഇമ്പോർട്ട് ചെയ്യണം. ഫുൾ വീഡിയോ നമ്മൾ ലൈറ്റ് റൂമിലാണ് ചെയ്യുന്നത്. ലൈറ്റ് റൂമിൽ ഇല്ലാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ലൈറ്റ് റൂമിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ കുറച്ച് പ്രിസെറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഇവിടുന്ന് മോഡേൺ എന്നുള്ള അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മോഡേൺ 6 എന്നുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിപ്പോൾ നമ്മൾ ഫോട്ടോ ഒരു വിധമായാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് എന്തിനുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചെറിയ രീതിയിൽ സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ എക്സ്പോഷർ, പിന്നെ അതേപോലെ തന്നെ കോൺട്രാസ്റ്റ്, പിന്നെ ഹൈലൈറ്റും അത്യാവശ്യം കുറയ്ക്കുക. ഹൈലൈറ്റൊക്കെ അത്യാവശ്യം കുറയ്ക്കുക, ഫോട്ടോനനുസരിച്ചിട്ടാണ്. നിങ്ങളെ ഫോട്ടോനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഷാഡോ അത്യാവശ്യം കുറയ്ക്കുക. പിന്നെ ഷാഡോ നമ്മൾ ആ ഫോട്ടോനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറയ്ക്കുക. പിന്നെ ബ്ലാക്കും അത്യാവശ്യം കുറയ്ക്കണം. പിന്നെ നമ്മളിപ്പോൾ ബ്ലാക്ക് ഒന്ന് ജസ്റ്റ് ബ്ലാക്ക് ഒരു 42 ആ ഇതിൽ മതി. നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ചെയ്യാം. കാരണം ഫോട്ടോ മാറുന്നതിനനുസരിച്ച് പലതരത്തിൽ മാറും. അപ്പോൾ ക്ലാരിറ്റി കുറച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഓപ്ഷൻസൊക്കെ കാണാൻ പറ്റും. ജസ്റ്റ് അതേപോലെയൊക്കെ ചെയ്യുക. നമ്മളെ ഫോട്ടോനനുസരിച്ച് ചെയ്യുക, ഓവറാക്കണ്ട. പിന്നെ ഷാർപ്നെസ്സും അതേപോലെ തന്നെ ഡീറ്റെയിൽസ്, അങ്ങനത്തെ മാസ്കിങ്, നോയ്സ് റിഡക്ഷൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കൊടുക്കുക. കോൺട്രാസ്റ്റ്, കളർ നോയ്സ് റിഡക്ഷൻ, ഡീറ്റെയിൽസ്, സ്മൂത്ത്നെസ് ഒക്കെ അത്യാവശ്യം നിങ്ങളെ ഫോട്ടോനനുസരിച്ചിട്ട് ജസ്റ്റ് സെറ്റ് ചെയ്യുക. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇങ്ങനത്തെ ഒരു രീതിയായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് ലാസ്റ്റ് ടച്ചിങ് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാവുള്ളൂ. അതിനുശേഷം നമ്മൾ കളറിലെടുക്കാം. കളറിലാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കളറിലുണ്ട്. മിക്സ് എടുത്തിട്ട് റെഡ് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കുറച്ച് കൂട്ടുക. നിങ്ങളുടെ ഫോട്ടോയിൽ റെഡ് എവിടെയുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടുക. ഫേസിലും നമ്മളിപ്പോൾ ഫേസ് നോർമലി ഓറഞ്ച് ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ഓറഞ്ചിൽ കളർ അഡ്ജസ്റ്റ് ചെയ്യുക. ഫേസിൻ്റെ സാച്ചുറേഷൻ ഇതാക്കുക. അതേപോലെ തന്നെ ലൂമിനൻസൊക്കെ കൂട്ടുകയാണെങ്കിൽ ചെറിയ ഫേസിന് ചെറിയ രീതിയിൽ ഒരു വൈറ്റ് ഇത് വരും. അപ്പോൾ അതൊന്നും ഇതാക്കുക. പിന്നെ യെല്ലോയിലാണ്. അതിനുശേഷം നമ്മൾ ഗ്രീന് ഫുള്ള് മൈനസ് ആക്കുക. സാച്ചുറേഷൻ മൊത്തം കുറയ്ക്കുക. ലൂമിനൻസും കുഴപ്പമില്ലാണ്ട് കുറയ്ക്കുക. അതിനുശേഷം ഈ ബ്ലൂ ഒന്ന് ജസ്റ്റ് മൊത്തത്തിൽ ഇതാക്കുക. അതുപോലെ തന്നെ നമ്മൾ ബ്ലൂ മൊത്തത്തിൽ മൈനസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഡാർക്ക്നെസ് പോകുന്നുണ്ടാവും. ഇനിയാണ് നമ്മൾ മെയിൻ ടച്ചിങ് കഴിഞ്ഞാലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാവുള്ളൂ. പിന്നെ നിങ്ങളുടെ ഫോട്ടോയിൽ ഏതൊക്കെ കളറുള്ളത് അതിനനുസരിച്ച് സാച്ചുറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ ചെറിയ രീതിയിൽ ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്, ഫോട്ടോ ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാക്കണം. അപ്പോൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ജസ്റ്റ് ബ്ലാക്കും കാണൊക്കെ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചും കൂടി നല്ല രീതിയിൽ ഡാർക്ക് ആക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരാൻ പറ്റും. അതിനുശേഷം കർവിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വൈറ്റ് എടുത്തിട്ട് ഈ ഭാഗം അടിയത്തെ ഭാഗം കുറച്ച് മേലേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കയറ്റുക. അപ്പോൾ നിങ്ങളിപ്പോൾ കാണാൻ പറ്റും ഈ ഭാഗത്തൊക്കെ ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ വന്നു. അതിനുശേഷം ഈ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ ചെറുതായിട്ട് ഇതാക്കണം. ഇപ്പോൾ ഞാൻ ഒന്നും കൂടി ചെയ്യണം. ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് മേലെ കയറ്റുക. പിന്നെ ഈ രണ്ടാമത്തെ ഭാഗത്ത് ഇതാക്കിയിട്ട് ഈ ഭാഗം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇത് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചാലാണ് നമുക്ക് ഈ കാര്യം ഒന്ന് സെറ്റായി വരുള്ളൂ. ഇത് കോൺട്രാസ്റ്റും ഹൈലൈറ്റ്സൊക്കെ നമ്മൾ നല്ല രീതിയിൽ നമ്മളെ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണിത്, കർവ് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് സെറ്റായി ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ ഡാർക്ക് രീതിയിൽ നമുക്ക് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ശേഷം ഞാൻ ജസ്റ്റ് കളേഴ്സൊക്കെ കറക്റ്റ് തന്നെയാണെന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഫേസൊക്കെ ഒരു യെല്ലോയിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഫേസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്.
അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നമ്മളെ ഫോട്ടോ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഇങ്ങനത്തെ രീതിയിലുള്ളതാണ്, അതിനനുസരിച്ച് നിങ്ങൾക്ക് കളേഴ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക, പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക. ക്ലാരിറ്റി ഒക്കെ കുറഞ്ഞുള്ള ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ ടിപ്പ് ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇവിടെ നിങ്ങൾക്ക് ഹൈലൈറ്റ് ഷാഡോ ഒന്നുണ്ടാവും. ഇവിടെ നിങ്ങൾ ഷാഡോ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കളർ ഒന്ന് മാറ്റി കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഫോട്ടോസൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ഇങ്ങനത്തെ രീതിയിൽ ഗ്രീനിഷും ബ്ലൂയിഷൊക്കെ ആയിട്ടുള്ള ഫോട്ടോസ്. ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് ഷാഡോസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നാണ് നമ്മൾ അങ്ങനത്തെ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുക. ഇത്രയും വരെ കണ്ട ആൾക്കാരായ കാരണം നിങ്ങൾക്ക് ഈ ടിപ്പും കൂടി ഒന്ന് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ച്. ഇപ്പോൾ നമ്മളെ മെയിനായിട്ടുള്ള കാര്യം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്, നമ്മളെ ഫോട്ടോ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഗാലറിയിൽ നിന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഫോട്ടോസ് ഈ സെയിം രീതിയിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണം, ഞാൻ ലൈറ്റ് റൂമിലേക്ക് തന്നെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതേ സെറ്റിങ്സൊക്കെ കോപ്പി ചെയ്തിട്ട് ഇതിൽ പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 ഫോട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് ശേഷം നമ്മൾ ഇതേ സെറ്റിങ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് നമുക്ക് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഫോട്ടോയിലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് കോപ്പി ചെയ്യുക, അതിന് ശേഷം നമുക്കിവിടെ അടുത്തൊന്ന് ഫോട്ടോ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത ഫോട്ടോ ആയി. അതിന് ശേഷം നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് കാണിച്ചു തരുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഓരോ ഫോട്ടോയിലും പലതരത്തിലായിരിക്കും വരിക. കാരണം നമ്മളെ ഫോട്ടോ എങ്ങനത്തെ തരത്തിൽ നമ്മളെ ഫോട്ടോ എങ്ങനെയാണ് അതിനനുസരിച്ച് എഡിറ്റ് ചെയ്താലാണ് സെറ്റ് ആവുക. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ശരിയാക്കുന്നത് കാണിച്ചു തരാം. ജസ്റ്റ് ഓരോ ഫോട്ടോയുടെ ഫേസിനാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തിൻ്റെ ലൂമിനൻസ് കുറച്ച് കൂട്ടുക, സാച്ചുറേഷൻ കുറച്ച് കൂട്ടുക, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ ഫോട്ടോ നല്ല രീതിയിൽ തന്നെ പക്കാ ലെവലിലായി ഉണ്ടാവും. കാരണം നമ്മളെ ഫോട്ടോ എങ്ങനത്തെ തരത്തിലാണ് ഉള്ളത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ സെറ്റാവുക. ഇപ്പോൾ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇത് അളവ് തെറ്റിച്ചാലും കുഴപ്പമില്ല, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഇങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ചെയ്യുക എന്നുള്ള കാര്യം. ഇനി നമുക്ക് ഈ ഫോട്ടോയും കൂടിയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് പേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഇതിലൊന്നും പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ആ ഡ്രസ്സിൻ്റെ കളർ ബ്ലൂ ആയ കാരണം തന്നെ നമുക്ക് ആ ബ്ലൂ ഒന്ന് ഇതാക്കുക, സാച്ചുറേഷൻ ഒന്ന് സെറ്റാക്കുക. അതിനുശേഷം യെല്ലോ കാര്യത്തിൻ്റെ ഒക്കെ സാച്ചുറേഷൻ മൊത്തം ഡൗൺ ആക്കിയിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യുക. മറ്റേ ഫോട്ടോയിൽ ആ ഗേളിൻ്റെ ഫേസിൽ ഒരു യെല്ലോയിഷ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ യെല്ലോയിഷൊക്കെ ഒന്ന് സെറ്റ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം സെറ്റായിട്ടുണ്ട് ഫോട്ടോ. നല്ല രീതിയിൽ തന്നെ ആ ഡാർക്ക് എഫക്റ്റ് സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇനിയും വേണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും പറയുക. അതേപോലെ തന്നെ എനിക്ക് ഫോട്ടോസൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് തരാം. എങ്ങനത്തെ തരത്തിലുള്ള ഫോട്ടോസാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ അറിയാൻ താല്പര്യമുള്ളത് എന്നുള്ള കാര്യം ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് അയക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്ത ഫോട്ടോസൊക്കെ എന്നെ ഒന്ന് ടാഗ് ചെയ്ത രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ടാഗ് ചെയ്യുന്ന നല്ല ഫോട്ടോസൊക്കെ ഞാൻ എടുത്ത് സ്റ്റോറി ഇടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ആദിൽ സൈനിങ് ഔട്ട്.